ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജസ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്ന കടല കറിയാണ്. അപ്പോൾ കടല ഞാൻ ഇതിനകത്ത് ഇട്ട് അതിലേക്ക് മസാലയും ചേർത്തതാണ്. കടല ഇതിനകത്ത് ഉണ്ട്, അപ്പോൾ മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് ഇത് നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കാം. മസാല എല്ലാം ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം അതുപോലെ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കണമുണ്ട്. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ എന്നത്തെയും പോലെ തന്നെ നമ്മളെ ചോറ് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കടലക്കറിയും പുട്ടുമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ചോറ് ഏകദേശം ഒന്ന് നല്ലപോലെ കുറച്ചുകൂടെ ഒന്ന് നല്ലപോലെ തിളച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇറക്കി അടുപ്പിലോട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ അരി ഇതേപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കുക്കറിലോട്ട് വയ്ക്കാം. ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ റൈസ് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. വെച്ച് കൊടുക്കാം. 1.5 മണിക്കൂർ കഴിയുമ്പോൾ ചോറ് റെഡി. അപ്പോൾ നമ്മുടെ പൊൻകതിരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പകുതി മാവ് വേണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇതിവിടെ ഇങ്ങനെ ഇരുന്ന് കുതിർന്നോളും. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് വെച്ച് കൊടുക്കുകയാണ്. എനിക്ക് രാവിലത്തെ ആവശ്യത്തിനുള്ള ചായയാണ് ഞാൻ തയ്യാറാക്കണം. അപ്പോൾ പാലും വെള്ളം കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തേയിലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് പഞ്ചസാര മതി. അപ്പം ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചായ തിളയ്ക്കുന്നുണ്ട്. നമ്മൾ ചായ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. കടലക്കറി ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കറിയുള്ളൂ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലേക്ക് കടലയിലേക്ക് ഒഴിച്ചു. നമ്മൾ കടലക്കറി ഏകദേശം അവിടെ റെഡി ആയിട്ടുണ്ട്. കടലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കത് സ്റ്റൗ ഒന്ന് ഓഫാക്കാം. കൂട്ടുകളെല്ലാം മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ഇതിലോട്ട് ചേർക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കിയിട്ട് വേണം ചേർക്കാൻ. പച്ചക്കിട്ട കടലയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറ്റിയിലോട്ട് അരി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചൂടാണ്. നമ്മൾ പുട്ട് ഇവിടെ നെറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത പുട്ടും കൂടെ ഞാൻ വാരി വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം. നമ്മൾ അടുത്ത പുട്ടും റെഡി ആയിട്ടുണ്ട്. പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പലഹാരവും ചായയും കറിയും ഒക്കെ റെഡിയായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാപ്പി റെഡി ആയിട്ടുണ്ട്. പുട്ട്, കടലക്കറി, കട്ടൻ കാപ്പി, പപ്പടം. അപ്പം ബാക്കി നമുക്ക് തുടരാം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഇടിച്ചക്ക തോരനാണ്. ഞാൻ തോലൊക്കെ കളഞ്ഞ് ഒന്ന് വേവിച്ചെടുക്കണം ഇത്. അപ്പോൾ ചക്ക നമുക്കിത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചക്ക ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഒന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട്. കട്ട് ചെയ്ത് കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കാം. അടച്ച് വെച്ച് കൊടുക്കാം. ചക്ക ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെന്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ആക്കാം. നല്ലപോലെ തണുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം. അപ്പം ഇന്നിപ്പോൾ ഞാൻ മീൻ നാടൻ ചാളയാണ്. അത് ഞാൻ പൊരിക്കാനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചക്ക ഞാൻ ചതച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് തോരത്തിന്. അപ്പോൾ ഇന്നലെ ഞാൻ ചീരവട ഉണ്ടാക്കിയതിൻ്റെ ബാക്കി അതിൻ്റെ തണ്ടാണ്. അതിൻ്റെ ഞാരെല്ലാം കളഞ്ഞ് കീറി അത് വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് അതിലിടാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കഴുകി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുപ്പിലോട്ട് വെച്ച് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോറിൻ്റെ ഒഴിക്കാനാണ് മാങ്ങ, മുരിങ്ങയ്ക്ക, ചീരര, തണ്ട്, പച്ചമുളക്. ഇതിലേക്ക് ഞാൻ തേങ്ങ, ജീരകം, ഉള്ളി അരച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. സ്റ്റൗ ഓണാക്കി ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വേവട്ടെ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. തുറന്ന് നോക്കാം. ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കാം. ചോറ് റെഡി ആയിട്ട് എടുക്കാം.
ചോറ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പ് എത്തിച്ച് ഞാൻ ഒരു കടായി വെച്ച് കൊടുക്കുക. നമ്മുടെ ചോറിൻ്റെ ഒഴിക്കാനാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. മുരിങ്ങക്കായും ചീരത്തണ്ടും പച്ചമുളകും മാങ്ങയും കൂടെ വെച്ചിട്ടാണ് ചെയ്തത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അപ്പോൾ അതിലേക്ക് താളിച്ച് ഒഴിച്ച് കൊടുക്കാം. നോക്കുന്നു ചട്ടി ചൂടായിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ഒഴിക്കാത്തിൽ ഒഴിച്ച് കൊടുത്തു. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ചക്ക തോരത്തിന് കടുക് കൊടുത്ത് കൊടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. 4 ടീസ്പൂൺ കടുക് എണ്ണ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കറിവേപ്പിലയും ചക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചതച്ച് വെച്ച അരപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീൻ വറുക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഭക്ഷണങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു. നാളെ ഇനി വെറൈറ്റി കറികളുമായിട്ട് നാളെ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.